വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടി ഒരു 15 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെയാണ് നോക്കുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ അക്കൗണ്ടിംഗ് ഭാഗത്തു നിന്നുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? First question, an accounting system which presents the balance sheet in two parts is called double accounting. An accounting system which presents the balance sheet in two parts is called double accounting. Second question, voyage account is a dash account. Voyage account is a nominal account. In self-balancing, നമ്മൾ എന്താണ് ഈ നോമിനൽ അക്കൗണ്ടിങ് എന്താണ്, അതുപോലെ തന്നെ റിയൽ അക്കൗണ്ട് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം അക്കൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിവിഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ സ്റ്റാർട്ടിങ് മുതലുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എന്താണെന്ന് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ സെൽഫ് ബാലൻസിങ് ബോർഡ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഇൻ ജനറൽ ലെഡ്ജർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട്. Manufacturing account is prepared to find out cost of goods produced. The amount paid to an author for the use of copyright is called royalty. Dash refers to the amount spent on fuel, coal and fresh water used for the purpose of voyage. Bunker account. Next, where the loss of an asset has been identified by the bank but the amount has not been written off wholly or partly is known as loss asset. Under inflationary condition, dash method show highest value of closing stock. LIFO. Anil drew a bill on Binul for rupees 30,000 for 3 months. Proceeds are to be shared equally. Anil got the bill discounted at the premium of 12% per annum and remits the required proceeds to be. The amount of such remittance will be. അതായത് ഒരു ബില്ലിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അനിൽ ആൻഡ് ബിനിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ടിൻ്റെ, അതായത് റെമിറ്റൻസ് എത്രയായിരിക്കും, എമൗണ്ട് ഓഫ് റെമിറ്റൻസ് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ആ എമൗണ്ട് ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 100 ആണ് അതിൻ്റെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത റേറ്റ്. 3 months ആണ്. അപ്പോൾ 3/12, അതായത് 15,000 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 3/12 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 450 കിട്ടും. ദെൻ 15,000 മൈനസ് ഈ 450 ആണ് നമ്മുടെ ആൻസർ, 14,550. ക്വസ്റ്റ്യൻ, വാല്യുവേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻവെൻട്രീസ് ഈസ്. വാല്യുവേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ പ്രാക്ടിക്കബിലിറ്റി. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കാണ് ഓഡ് വൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് എക്സാമിന് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അക്കൗണ്ടിങ് ഭാഗത്തു നിന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് അക്കൗണ്ടിങ്ങിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നോക്കുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.